ഗായ്സ് അപ്പോൾ നമ്മൾ കിച്ചണിലെത്തിയിട്ടുണ്ട്. നമുക്ക് മഷ്റൂം ബിരിയാണി ഉണ്ടാക്കാം. ഹേ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഓശാന. പിന്നെ ഓശാന ഞായറാണ്. പോരാത്ത ഇന്ന് വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട്. ഇന്ന് ഗിരിയേട്ടൻ്റെ ബർത്ത്ഡേ ആണ്. സോ ഗായ്സ്, നമുക്ക് ഞായറാഴ്ച ആസ് എ ക്രിസ്ത്യാനി എനിക്ക് ഞായറാഴ്ച എന്നുള്ളൊരു ഫീൽ വന്നെങ്കിൽ എനിക്ക് എന്തായാലും രാവിലെ പുട്ടും ബീഫും വേണം. പക്ഷേ ഈ നോമ്പ് കാലത്ത് നമുക്ക് ഈ പുട്ടും ബീഫും ആപ്ലിക്കബിൾ അല്ലാത്തതുകൊണ്ട് നമ്മളതിന് ഓരോരോ ഓൾട്ടർനേറ്റ്സ് കണ്ടുപിടിക്കും. അപ്പോൾ ഞങ്ങൾ ഈ നോമ്പ് കാലത്ത് കണ്ടുപിടിച്ച ഒരു ഓൾട്ടർനേറ്റാണ് മഷ്റൂം. അപ്പോൾ നമുക്കിന്ന് ഞായറാഴ്ച ഓശാനായിട്ട് നമുക്കൊരു മഷ്റൂം പുലാവ്, മഷ്റൂം ബിരിയാണി, മഷ്റൂം റൈസ് എന്നൊക്കെ പറയുന്ന ഒരു സാധനം ഉണ്ടാക്കാം. ഓക്കെ, കമോൺ. നമ്മൾ മഷ്റൂം ബിരിയാണി സെറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് മഷ്റൂം ഉണ്ട്, അമ്മ റൈസ് എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കൊരു മെയിനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻറ്റ് ചിക്കൻ മസാല. നോമ്പായിട്ട് നമ്മൾ ചിക്കൻ മസാല വെച്ചിട്ടാണ് എല്ലാം ഒന്ന് ഇതാക്കി വരുന്നത്. ഓക്കെ, ടൈനി മഷ്റൂംസ് ഗൈസ്. അപ്പോൾ നമുക്ക് കുക്കിംഗ് പരിപാടി സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അത് ഗൈസ്, എൻ്റെ അസിസ്റ്റൻറ്റ് കൈവ് കാണിക്കൂ. നമ്മുടെ മഷ്റൂംസ് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. നമുക്കിനിത് അടച്ചു വെച്ചൊന്ന് ഒരു വിസിൽ വന്ന വരെ ചെയ്യാം. അപ്പം മസാലയൊക്കെ ഒന്ന് പിടിക്കും. ഗൈസ്, അപ്പം നമ്മുടെ മഷ്റൂമൊക്കെ ഒന്ന് ശരിയായിട്ട് വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് ഇനി കുറച്ച് അരിയും കൂടി ഇട്ട് കുറച്ച് മല്ലിയിലേക്ക് ഇട്ട് ഒന്ന് വിസിലടിച്ച് നമുക്ക് സെറ്റാകാൻ വെക്കാം. ആ ഗ്യാപ്പിൽ നമുക്കൊരു കോഴിക്കൂട്ടത്തിൽ എൻജോയ് ചെയ്യാം. ഓക്കെ, നമ്മളപ്പോൾ എല്ലാവരും വെയിറ്റിങ്ങിലാണ്. സോ നമ്മുടെ മഷ്റൂം റൈസ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് കുറച്ച് അമ്മാമ്മക്ക് കൊണ്ടേ കൊടുത്തിട്ട് അമ്മാമ്മയുടെ റിയാക്ഷൻ നോക്കാം. മഷ്റൂം അതാണ് കൂൺ പോലെ ഇരിക്കും. ഇങ്ങാടൊക്കെ പറ എൻ്റെ വീഡിയോ. പണ്ടത്തെ മാസ്റ്റർ ഷെഫായിട്ടുള്ള അമ്മാമ്മയുടെ ഒരു അപ്രൂവൽ കിട്ടി ഗായ്സ്. നമ്മൾ മാങ്ങയും കിട്ടി. സോ വീട്ടിൽ വന്നു. ബൈ.